ചെറിയൊരു അലൂമിനിയം ഫോയിലാവട്ടെ, നമ്മളെ ഹോട്ടലിൽ കിട്ടുന്ന പാത്രങ്ങളാവട്ടെ, എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അതിൽ ചെറിയൊരു കഷ്ണം ചെടി പിടിപ്പിച്ച് വളർത്തും. ആരെന്നറിയോ? ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ആൾ എൻ്റെ ഉമ്മ. ഇത് എൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളാണേ. ഇത് നമ്മൾ തുടയ്ക്കുന്ന ഇപ്പോഴും ഉണ്ട് ഒരു ബക്കറ്റില്ലേ, അത് കേടായപ്പോൾ അവിടെയും ചെടി കൊണ്ടേ വെച്ച് കേട്ടോ. ഉപ്പൻ്റെ PVC കുഴലോ ചുറ്റോ കമ്പികളോ എന്ത് കിട്ടിയാലും എന്തെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തും. പഴയ മരപ്പലകയാവട്ടെ, പെയിൻറ്റ് ബക്കറ്റാവട്ടെ, എല്ലാത്തിനും ഉമ്മൻ്റെ കയ്യിൽ ആവശ്യങ്ങളും അത് ഉപയോഗപ്പെടുത്തലുണ്ട് കേട്ടോ. ഇമ്മൻ്റെ പൂങ്കാവനത്തിൽ ഉമ്മ എങ്ങനെയെങ്കിലും അത് ഉപയോഗപ്പെടുത്തും. നമ്മളെ വാഷിംഗ് മെഷീനുള്ളിൽ ഡ്രമ്മിൽ വരെ ഉമ്മ ചെടി കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് ഉമ്മ പറയൽ പൂമ്പാറ്റ ചെടി എന്നാണ്. ഈ ചെടിക്ക് ചുറ്റും പൂമ്പാറ്റകൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഈ പ്രദേശങ്ങളിൽ, ഈ ഏരിയയിലൊക്കെ മഴ പെയ്യുമ്പോൾ നിൽക്കുക നല്ല രസമുള്ളൊരു പണിയാണേ. പിന്നെ എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാൻ ഉമ്മ ചെയ്യുന്ന പരിപാടി അത് കുപ്പിയിൽ ഇറക്കി വെക്കൽ. എളുപ്പത്തിൽ വേര് പിടിക്കുന്നു കേട്ടോ. പിന്നെ ബിരിയാണിയിൽ കിട്ടുന്ന പാത്രങ്ങളുണ്ടല്ലോ, ആ കറുപ്പുള്ള ആ പാത്രങ്ങളും നല്ല അടുപ്പിച്ച് നിരങ്ങനെ വെച്ചിട്ട് അവിടെയും എന്തെങ്കിലും കുഴിച്ചിടും. ഈ മതിലിൻ്റെ മുകളിൽ ഈ അടുത്ത് മുപ്പത്തി അടിച്ചിട്ട പലകളട്ടോ, അവിടെയും ചെടികളെ കൊണ്ടേ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അതിശയം തോന്നും എങ്ങനെയാണ് ഇങ്ങനത്തെ ഐഡിയാസൊക്കെ വരുന്നത്. കാരണം ഒന്നും പാഴാക്കൂല കേട്ടോ. എനിക്ക് ഈ പണിയിലെ വലിയ എന്താ പറയുക ക്രെഡിറ്റ് തന്നെ ഇല്ല എന്ന് പറയാം. എന്നാലും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ആസ്വദിക്കുകയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ എൻ്റെ ഒരു ഹോബിയാട്ടോ. നമ്മുടെ അമ്മമാർ ഇങ്ങനെയല്ലേ, അടുക്കളപ്പുറത്തെ പച്ചക്കറിത്തോട്ടവും മുൻഭാഗത്തെ പൂന്തോട്ടവും എന്തൊക്കെയല്ലേ. പക്ഷെ ഈ തലമുറയിൽ ഞാനടക്കമുള്ള ആൾക്കാരിൽ എത്ര പേരുണ്ട് ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നത്? ചുരുക്കം പേരുള്ളൂ. ഞാൻ അതിൽ പെടില്ല, സത്യമായിട്ട് പറയാമല്ലോ. എന്നാലും ഇതുപോലെയൊക്കെ ആവാൻ ഞാനും ശ്രമിക്കാം, നിങ്ങളും ശ്രമിക്കുക കേട്ടോ. എന്നാലല്ലേ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ ഭാവിയിൽ. ഇതിൻ്റെ ഉമ്മ റെഡിയാക്കിയാണ്, ഉമ്മ ഉണ്ടാക്കിയ എന്നുള്ളതൊക്കെ. എനിക്കിത് കാണുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും വേണമല്ലോ. I just love this place. Bye.